ഹായ് ട്രേഡേഴ്സ്, നമ്മൾ ഈ വീഡിയോയിനകത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് FXTM-നകത്ത് എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ്. ആദ്യമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻ്റർഫേസ് ഇതുപോലെ ആയിരിക്കും. ഇതിൽ ഇവിടെ ട്രേഡ് നൗ എന്നുള്ള ആ ഒരു ഭാഗത്ത് പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ അക്കൗണ്ട് എന്ന് കാണും. ഈ ഓപ്പൺ അക്കൗണ്ട് എന്നുള്ള ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വരും. രജിസ്ട്രേഷൻ എന്നും ലോഗിൻ എന്നും പറഞ്ഞിട്ട് രണ്ട് ഭാഗങ്ങൾ വരും. അതിൽ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ ഓൾറെഡി എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒക്കെ കൊടുത്തു വെക്കാം. ഓൾറെഡി ഞാനിവിടെ ലോഗിൻ ചെയ്ത് നിൽക്കുന്നതായതുകൊണ്ട് എനിക്ക് യൂസർ നെയിമും പാസ്വേഡും അങ്ങനെ അടിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇങ്ങനെ കയറിയിട്ടുണ്ട്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിൻഡോ ഇങ്ങനെയായിരിക്കും. ഓപ്പൺ ന്യൂ അക്കൗണ്ട് എന്ന് മുകളിൽ ഇങ്ങനെ കാണാം. അതിന് താഴെ നമുക്ക് അഡ്വാൻറ്റേജ് അക്കൗണ്ട് എന്നുള്ള ഒരു അക്കൗണ്ട് ടൈപ്പ് കൂടെ കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് ഇടേണ്ടത് $200 മിനിമം ഡെപ്പോസിറ്റ്. അതിലെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ആ ഒരു ഈ ടൈപ്പ് ഓഫ് അക്കൗണ്ടിനകത്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് ഫോറക്സിൽ സ്പോട്ട് മെറ്റൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ്, സിൽവർ, കോപ്പർ തുടങ്ങിയ കാര്യങ്ങളാണ്. പിന്നെ ഇൻഡെക്സുകളിൽ, കമ്മോഡിറ്റി, ക്രിപ്റ്റോസിലൊക്കെ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇവിടെ ചൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. MT4 MT5 ചൂസ് ചെയ്യാം. ഇവിടെ MT5 ആണ് ചൂസ് ചെയ്യുന്നത്. കാരണം MT5 കുറച്ചൊരു ബെനിഫിറ്റ്സ് കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ MT5 ചൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ തൊട്ട താഴെ നമുക്ക് അഡ്വാൻറ്റേജ് സ്റ്റോക്സ് ഉണ്ട്. ഇത് സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് അല്ലെങ്കിൽ അക്കൗണ്ടാണ് ഇത്. അതിൽ വേണമെങ്കിൽ ഇവിടെ ഓപ്പൺ അക്കൗണ്ട് കൊടുത്ത് അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അഡ്വാൻറ്റേജ് പ്ലസിനകത്താണെങ്കിലോ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുമുണ്ട്. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ് ഈ കാണുന്നത്. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ അഡ്വാൻറ്റേജ് അക്കൗണ്ടിനകത്ത് ഒരു പുതിയ അക്കൗണ്ട് എടുക്കുന്ന ടൈപ്പാണ്. അത് ഞാൻ ഈ MT4 MT5 എന്ന് കാണുന്നത് MT5 സെലക്ട് ചെയ്തു. ദെൻ ഓപ്പൺ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തു. പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത് ഈ വിൻഡോ ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം അഡ്വാൻറ്റേജ് MT5 മാർക്കറ്റ് എക്സിക്യൂഷൻ മിനിമം ഡെപ്പോസിറ്റ് 200. ഓക്കെ, ദെൻ USD എന്നുള്ള ഭാഗത്ത് ഓൾറെഡി സെലക്ട് ആയി കിടക്കുന്നില്ലെങ്കിൽ USD ഒന്ന് പ്രസ് ചെയ്യുക. ദെൻ ചൂസ് യുവർ ലിവറേജ് റേഷ്യോ 1:400 ഉണ്ട്. അത് നിങ്ങൾ എത്ര സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിവിടെ വിഷയമല്ല. കാരണം നമ്മൾ അതിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ്സ് നിങ്ങളൊരു അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. അവിടെ എത്ര ആണെങ്കിലും കുഴപ്പമില്ല. 1:400 കടന്നോട്ടെ. ഞാനത് ചൂസ് ചെയ്തു. സ്വാപ്പ് ഫ്രീ. യു ക്യാൻ ചെക്ക് ഓൾ ദ അവൈലബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഹിയർ. അതിൽ ഐ വാണ്ട് ടു ദിസ് അക്കൗണ്ട് ടു ബി സ്വാപ്പ് ഫ്രീ എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുത്തു. ചൂസ് യുവർ ട്രേഡിംഗ് പാസ്വേഡ് എന്നുള്ളിടത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ഞാനൊരു ട്രേഡിംഗ് പാസ്വേഡ് ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ പാസ്വേഡ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ പാസ്വേഡ് അവിടെ അടിച്ചപ്പോൾ പാസ്വേഡ് മാച്ച് എന്ന് വന്നിട്ടുണ്ട്. ദെൻ ഓക്കെ കൊടുത്തു. എന്തൊക്കെയോ വന്നു, ടിക്ക് ഒക്കെ വന്നിട്ടുണ്ട്. യുവർ ന്യൂ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് റെഡി. നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് റെഡിയാണ്. ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് മേക്ക് എ ഡെപ്പോസിറ്റ് എന്നുള്ള ഈ ഭാഗം ഒന്ന് അമർത്തുകയാണ്. ആ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് കാണുന്നത് ഇങ്ങനെയായിരിക്കും. ഫസ്റ്റ് അക്കൗണ്ട് ഓർ വാലറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ചെയ്യുക. ആ കോളത്തിൽ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾ എത്ര അക്കൗണ്ട് ഈ ഐഡിയുടെ കീഴിലുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓൾറെഡി 2 MT4 അക്കൗണ്ട്സ് ഉണ്ട്. അതിനകത്തൊന്നും കാശില്ല. ഒന്നിനകത്ത് $6 ഉണ്ട്, ഒന്നിനകത്ത് $0 ആണ്. ഒന്നിനകത്ത് ഇപ്പോൾ നമ്മൾ പുതിയത് ഏറ്റവും മുകളിൽ കാണുന്നത് പുതിയതാണ് MT5 എന്ന് കാണുന്നത്. താഴെ 3 കാണുന്നത് വാലറ്റുകളാണ്. നിങ്ങൾ ഈ ബൈനാൻസിലൊക്കെ വാലറ്റുകൾ ഉണ്ടല്ലോ, ക്രിപ്റ്റോ വാലറ്റ്സ്. അതുപോലെ തന്നെ ഇതിനകത്തും നിങ്ങൾക്ക് ക്രിപ്റ്റോസ് ഒക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു വാലറ്റാണ്. USD വാലറ്റ് ഉണ്ട്, യൂറോ സൂക്ഷിക്കാനുള്ള വാലറ്റ് ഉണ്ട്, GBP ഒക്കെ സൂക്ഷിക്കാനുള്ള വാലറ്റ് അതുകൊണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ ഉണ്ടാക്കിയ അക്കൗണ്ടിൻ്റെ അതൊന്ന് സെലക്ട് ചെയ്തു, MT5 അക്കൗണ്ട്. ദെൻ ക്രിപ്റ്റോ കറൻസി. ഇത് ചിലപ്പോൾ പുതിയ ആൾക്കാർ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്ര കുറേ അക്കൗണ്ട്സ് കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ന്യൂവസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തത് തന്നെയാണ് അവിടെ സെലക്ട് ചെയ്ത് വെക്കേണ്ടത്. ഫൈൻ. ഇനി ഡെപ്പോസിറ്റ് കറൻസി നമ്മൾ ക്രിപ്റ്റോ ആയിട്ടാണോ INR ആയിട്ടാണോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. INR ആണെങ്കിൽ ഇങ്ങനെ INR എന്നുള്ള ഭാഗത്ത് പ്രസ് ചെയ്യുക. നിങ്ങൾ $200 അല്ലേ, $200 ആണ് നമ്മൾ മിനിമം ഇടേണ്ടത് എന്നുള്ളതുകൊണ്ട് 200 എന്ന് നമുക്കിവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് 200 എന്നുള്ള സംഗതി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് 17,263 രൂപയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ അതവിടെ അടിച്ചു കൊടുത്തു. മോസ്റ്റ് പോപ്പുലർ ഇൻ യുവർ കൺട്രി UPI ആൻഡ് നെറ്റ് ബാങ്കിങ് ട്രാൻസ്ഫർ. അതിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. UPI വേണമെങ്കിൽ യൂസ് ചെയ്താൽ ഇവിടെ ഡെപ്പോസിറ്റ് അടിക്കാം. ഇനി സാധാ ബാങ്കിങ് മെത്തേഡ്, പേയ്മെൻറ്റ് മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് അടിക്കാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ UPI ബാങ്കിങ് എന്നുള്ളിടത്ത് ആ ഒരു ഫസ്റ്റ് കാണുന്ന ഇവിടെ ഡെപ്പോസിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ഇതിനകത്തോട്ട് അതിൻ്റെ റിക്വസ്റ്റ് വരും. അത് ഓക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എമൗണ്ട് ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ആവും. ഇനി നിങ്ങൾ അത് ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസിയിലാണെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്നുള്ള ഭാഗം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി.
ഇനി വേറൊരു കാര്യമുണ്ട്, കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ഈ ഭാഗത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് മൈ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ വെരിഫൈ പ്രൊഫൈൽ എന്നുള്ള ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ആധാർ കാർഡ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ദെൻ വെരിഫൈഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ അപ്രൂവ്ഡ് എന്ന് കാണും. അതോടുകൂടി അത് അപ്രൂവ് ആവും. ആധാർ കാർഡിനകത്ത് നമ്മുടെ അഡ്രസ്സും ഉള്ളത് കൊണ്ട് പ്രൂഫ് ഓഫ് റെസിഡൻസ് ഈ രണ്ടാമത്തെ കാര്യം നമ്മൾ അപ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അഡ്രസ്സ് അതിൽ കാണാത്ത ഡോക്യുമെൻ്റ് ആണെങ്കിൽ ഇങ്ങനെ 2 എണ്ണം ഇവിടെ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതാണ് ഇതിലുള്ള മാറ്റം. ഞാൻ വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റത് എന്താണ് കാണാൻ പറ്റുന്നത് ഇനി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇതിനകത്ത് തന്നെ മൈ പ്രൊഫൈൽ മൈ ഡോക്യുമെൻറ്റ്സിനകത്ത് വെരിഫൈ പേയ്മെൻറ്റ് എന്നുള്ള ഭാഗം ഒന്ന് പ്രസ് ചെയ്യുക. കണ്ടോ, ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ബാങ്ക് അക്കൗണ്ട് വെരിഫൈഡ് ആണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനകത്ത് നിന്ന് ഓൾറെഡി ക്യാഷും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഈ സംഗതി പേയ്മെൻറ്റ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളങ്ങനെ സെറ്റാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഇവിടെയും എന്ത് ചെയ്യുക, അപ്ലോഡ് കൺഫർമേഷൻ ഓഫ് യുവർ ചൂസൺ പേയ്മെൻറ്റ് മെത്തേഡ് ടു ഹെൽപ്പ് us പ്രോസസ് ചെയ്ത് നമ്മൾ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ മറ്റോ പേയ്മെൻറ്റ് ചെയ്ത സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ മറ്റോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതാണ് നമ്മുടെ പേയ്മെൻറ്റ് പെട്ടെന്ന് വെരിഫൈ ചെയ്ത് കിട്ടാനുള്ള ഒരു മാർഗ്ഗം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് മൈ അക്കൗണ്ട്സ് എന്നുള്ള ഭാഗത്ത് അക്കൗണ്ട് ഓവർവ്യൂ എന്നുള്ള ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ അക്കൗണ്ടുകൾ മുഴുവൻ കാണാൻ പറ്റുന്നതാണ്. ഇതിൽ ഏറ്റവും മുകളിൽ കാണുന്ന അക്കൗണ്ടിന് ഒരു റെഡ് കളറ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നില്ലേ? അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അക്കൗണ്ട് വെരിഫൈഡ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അക്കൗണ്ട് വെരിഫൈഡ് ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അതിനകത്തൊരു $200 ഇട്ട് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അതും ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും നിങ്ങൾക്ക് എന്ത് കാണാം, ഇവിടെ ഡെപ്പോസിറ്റ്, വിഡ്രോവൽ എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ സാധാ പോലെ തന്നെ നമ്മൾ ഈ മെത്തേഡ് വഴിയും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഡെപ്പോസിറ്റ് കൊടുക്കുക. ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അക്കൗണ്ട് ഓർ വാലറ്റ് എന്നുള്ള ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണോ ഇടുന്നത് അത് തന്നെ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് ഒരുപാട് അക്കൗണ്ടുകൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി ക്രിപ്റ്റോ കറൻസിയിലാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ ഈ ക്രിപ്റ്റോ കറൻസി എന്നുള്ള ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പ്രസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിനകത്ത് $200 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതേപോലെ വരും. അപ്പോൾ ഏത് ടൈപ്പ് ക്രിപ്റ്റോ കറൻസിയാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. നിങ്ങൾക്ക് USDT ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നെങ്കിൽ ഒന്നാമത്തെ കോളം ഡെപ്പോസിറ്റ് അടിക്കുക. രണ്ടാമത് ബിറ്റ്കോയിൻ ആണെങ്കിൽ BTC, എത്തേറിയം ഉണ്ട്, ട്രോൺ ഉണ്ട്. അതേപോലെ തന്നെ മറ്റ് ക്രിപ്റ്റോ കറൻസികളൊക്കെ തന്നെ BNB പോലുള്ള സാധനങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഏറ്റവും താഴെയുള്ള ഈ ഡെപ്പോസിറ്റ് അമർത്തിയാൽ മതിയാവും. ഇതിൽ USDT ആണെങ്കിൽ അവിടെ ഡെപ്പോസിറ്റ് അമർത്തി. ഫൈൻ. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നു, പ്ലീസ് നോട്ട് ദാറ്റ് വാലറ്റ് അഡ്രസ് കോഡ് ഈസ് എ വൺ ടൈം കോഡ്. അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഏത് അക്കൗണ്ടിലേക്കാണ് ഡെപ്പോസിറ്റ് വരിക എന്നുള്ളത് അവിടെ കാണിക്കുന്നുണ്ട്. ടു ബി ഡെപ്പോസിറ്റ് $200 ഡെപ്പോസിറ്റ് ആവുമെന്ന് കാണിക്കുന്നുണ്ട്. ട്രാൻസ്ഫർ എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് എത്രയാണോ അത് മുഴുവൻ ആ അക്കൗണ്ട് ട്രാൻസ്ഫർ ആവും എന്നവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ക്രിപ്റ്റോ കറൻസി അവിടെ എത്തേറിയം നെറ്റ്വർക്ക് ERC20 ആണ്. അത് നമ്മൾ അവിടെ നിന്ന് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ USDT 3 ചെയിനുകളിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒന്ന് ERC20യിലും, ഒന്ന് BEP20യിലും, ഒന്ന് TRC20യിലും. ഇതിൽ ഈ BEP20 നെറ്റ്വർക്കിൽ ട്രാൻസ്ഫർ ചാർജ് കുറവാണ്. ഓക്കെ, എത്തേറിയം TRC20 ഇതിനൊക്കെ ട്രാൻസ്ഫർ ചാർജ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഏതിലാണോ നിങ്ങളെ ഫണ്ട് ഉള്ളത്, അപ്പോൾ ഏത് ചെയിൻ വഴിയാണോ അയക്കുന്നത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ദെൻ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓട്ടോമാറ്റിക് പ്രൊസീജിയേഴ്സ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ കൺഫേം കൊടുത്തു, കണ്ടോ, അവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സംഭവം വരും. ഇങ്ങനെ വരുന്നുണ്ട്, കണ്ടോ. ഈ സംഭവത്തിലേക്കാണ് ഈ ഒരു അഡ്രസ്സിലോട്ടാണ് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതിൽ QR വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ അഡ്രസ്സ് എന്തെന്ന് കാണുന്നതിൻ്റെ ഇവിടെ ഈ കോളത്തിൻ്റെ അറ്റത്ത് കാണുന്ന ഈ ചെറിയ സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സ് കോപ്പി ആവും. കണ്ടോ, അഡ്രസ്സ് കോപ്പി ആവും. അഡ്രസ്സ് കോപ്പി ആയി കഴിഞ്ഞാൽ ഇത് ഫിനാൻസിലൊക്കെ കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വാലറ്റ് അഡ്രസ്സിലോട്ട് നിങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വെയിറ്റിംഗ് ഫോർ ട്രാൻസാക്ഷൻ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഫണ്ട് മുഴുവനായിട്ട് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ ഇതിവിടെ ഡിസ്പ്ലേ ആവും. വൺസ് അങ്ങനെ ഫണ്ട് ഡീൽ ട്രാൻസ്ഫർ ആയി ഇവിടെ ഫണ്ട് ട്രാൻസ്ഫർ എന്നുള്ള ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ നേരെ അക്കൗണ്ട് ഓവർവ്യൂ നമ്മൾ ഫസ്റ്റ് എടുത്തില്ല, ഏറ്റവും ടോപ്പ് റൈറ്റിൽ കാണുന്ന മൈ അക്കൗണ്ട്സിൽ അക്കൗണ്ട് ഓവർവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ ആ ഫണ്ട് ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇൻസ്റ്റൻ്റ് ആയിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും വിത്തിൻ 5 മിനിറ്റ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. ജസ്റ്റ് അതുമ്പോൾ പ്രസ് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് എന്നുള്ള ബട്ടൺ വരുന്നു, അതിന്മേൽ പ്രസ് ചെയ്യുന്നു. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഫണ്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, വിഡ്രോ ഫണ്ടും അമർത്തുക.
വിഡ്രോ ഫണ്ടുമ്പോൾ അമർത്തുമ്പോൾ നമുക്ക് വിഡ്രോ ആയി ചെയ്യേണ്ടത് ഇവിടെ കാണിക്കുന്നത് അതർ ക്രിപ്റ്റോ കറൻസി ആണോ, ബാങ്കിലോട്ടാണോ, UPI വഴിയാണോ എന്നൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്. UPI വഴിയാണെങ്കിൽ നമ്മൾ ആ UPI എന്നുള്ള ഭാഗത്തുനിന്ന് പ്രസ് ചെയ്യുന്നു. ശേഷം വരുന്ന ആ ഒരു പേജിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇവിടെ ഗോ ബാക്ക് ആണോ, വിഡ്രോയൽ ബട്ട് മെത്തേഡ് ഈസ് നോട്ട് കറൻ്റ്ലി അവൈലബിൾ ഫോർ യു. അപ്പോൾ കയ്യിൽ ക്യാഷും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതിനകത്ത്, അതുകൊണ്ടാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ അമർത്തി കൊടുത്താൽ മതി. ഇനി ക്രിപ്റ്റോ കറൻസി ആണെങ്കിൽ ക്രിപ്റ്റോസ് എന്നുള്ള ഭാഗത്ത് പ്രസ് ചെയ്യുക. നമ്മളെ ഡീറ്റെയിൽസ്, നമ്മളെ വാലറ്റിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. പേയ്മെൻറ്റ് സിസ്റ്റംസ്, വാലറ്റ് ഇത് USD ക്രിപ്റ്റോ കറൻസി അഡ്രസ്സ്, നമ്മളെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. എത്ര എമൗണ്ടാണ് വിഡ്രോ ചെയ്യേണ്ടത് എന്ന് അവിടെ ടൈപ്പ് ചെയ്യുന്നു. നമ്മുടെ ക്രിപ്റ്റോ കറൻസി എന്നുള്ളിടത്ത് USDT ആണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ ഇതിനകത്ത് ടെത്തർ ബേസ്ഡ് ഓൺ TRX കണ്ടോ, ടെത്തർ ബേസ്ഡ് ഓൺ TRX ആണ് USDT TRC20യിലുള്ള അഡ്രസ്സ്. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇതിലാണെങ്കിൽ അതും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, സാധാരണ TRC20ക്കൊക്കെ ആയിരിക്കും ആളുകൾ ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ TRC20 കാണിക്കുന്നത് കേട്ടോ. എത്തേറിയത്തിൻ്റെ ഇതിലൊക്കെ നമുക്ക് ഇതെടുക്കാൻ വേണ്ടി പറ്റും. USDT കോയിൻ ബേസ്ഡ് ETH അതുമ്പോൾ പ്രസ് ചെയ്താൽ മതി. റിപ്പിൾ ആയിട്ട് എടുക്കാം, എത്തേറിയം, ബിറ്റ്കോയിൻ ഒക്കെ ആയിട്ട് എടുക്കാം. TRC20യിലേക്കാണ് USDT എടുക്കണമെങ്കിൽ ഇത് അമർത്താം. കണ്ടോ, USD കോയിൻ ബേസ്ഡ് BSC ഇത് അമർത്തിയാൽ മതി. USD കോയിൻ ബേസ്ഡ് ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചെയിനിലോട്ടാണെങ്കിൽ ആ ചെയിൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ BNB ഒക്കെ ആണെങ്കിൽ ഇത് അമർത്തിയാൽ മതി. ERCയിലോട്ടാണെങ്കിൽ ഇത് അമർത്തിയാൽ മതി. USDT BEP20 പോലെയുള്ള ഡീക്കാണെങ്കിൽ ഇതിൽ അമർത്തിയാൽ മതി. BSCയിലേക്ക് അമർത്തിയാൽ മതി. അങ്ങനെ ഏത് ഇതിന് വേണമെങ്കിലും നിങ്ങൾക്കത് ചെയ്യാം കേട്ടോ. ഇനി TRC20 ആണെങ്കിൽ നിങ്ങൾ അമർത്തേണ്ട സെലക്ട് ചെയ്തതാണ് ടെത്തർ ബേസ്ഡ് ഓൺ TRX, ടെത്തർ US ബേസ്ഡ് ഓൺ TRX. അതാണ് TRC20യുടെ അഡ്രസ്സ്. ഇനി ഡെസ്റ്റിനേഷൻ ടാഗ് അവിടെ ഒന്നും കൊടുക്കണമെന്നൊന്നുമില്ല. പ്ലീസ് ഓൺലി കംപ്ലീറ്റ് യുവർ പെയിൻ. ഓക്കെ, നമ്മൾ ഒന്നും ചെയ്യണമെന്നില്ല. ഈ വെരിഫൈ വിയ ഇമെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ സെൻഡ് പിൻ എന്നുള്ള ഭാഗത്തൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങളെ ഇമെയിലിനകത്തോട്ട് ഒരു OTP വരുന്നുണ്ടാവും. ആ OTP നിങ്ങൾ ഈ എൻ്റർ പിൻ എന്നുള്ള ഭാഗത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സബ്മിറ്റ് ബട്ടൺ ഇനേബിൾ ആവും, ആക്ടിവേറ്റ് ആവും. ആ സബ്മിറ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്നതോടുകൂടി വിത്തിൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഇവിടെ 1 hour പ്രോസസ്സിംഗ് ടൈം കൊടുക്കുന്നുണ്ടെങ്കിലും മിക്കവാറും ഏതാനും ചില മിനിറ്റുകൾ കൊണ്ട് തന്നെ മിക്കപ്പോഴും നമുക്ക് വിഡ്രോവൽ കിട്ടാറുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഡെപ്പോസിറ്റ്, വിഡ്രോവൽ, അതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ അക്കൗണ്ട് ക്രിയേഷൻ, ഇതൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ